2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ലഭിച്ച വോട്ട് 78,527. എന്നാൽ ഇത്തവണ UDF ലഭിച്ച വോട്ട് 77,057 ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ട് ഇപ്രാവശ്യം നിലനിർത്താൻ അവർക്ക് ആയിട്ടില്ല. UDF 1470 വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ UDF കുറഞ്ഞ ഒരു സ്ഥിതിയാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ പട്ടികയിലല്ല നിലമ്പൂർ നിയോജക മണ്ഡലം. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ മത്സരിച്ച സന്ദർഭങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും ലഭിച്ച വോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം വസ്തുതാപരമായി നിങ്ങളെല്ലാം കയ്യിൽ ഉള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറമേ കുറച്ചുകൂടി വോട്ട് ലഭിക്കുമ്പോഴാണ് LDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് അവിടെ ജയിച്ച് വരാൻ സാധിച്ചിട്ടുള്ളത്. UDF വോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. UDF ലഭിച്ച വോട്ടുകൾ എവിടെ നിന്നാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറഞ്ഞ വോട്ടാണ് ഇപ്രാവശ്യം ലഭിച്ചതെങ്കിലും ആ വോട്ടുകൾ തന്നെ ലഭിക്കുന്നത് വർഗീയ ശക്തികളുടെ പിൻബലത്തോടുകൂടിയാണ്. BJPയുടെ സ്ഥാനാർത്ഥി തന്നെ വിധി വരുന്നതിന് മുമ്പ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു അവർക്ക് മുമ്പ് അവിടെ 12,284 വോട്ട് വരെ ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ ലഭിച്ച വോട്ട് 8,706 എന്നുള്ളതാണ് കണക്ക്. BJP വോട്ടുകൾ ജയസാധ്യതയില്ല എന്ന് മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ വലതുപക്ഷത്തിന് വോട്ട് നൽകിയതായി ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ തന്നെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. വോട്ട് നൽകിയതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുണ്ടായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുമ്പും VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി, ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അന്നൊന്നും പ്രതിഷേധിക്കാതിരുന്നവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഈ വ്യാഖ്യാനത്തോടുകൂടി അവരെ കൂടി ചേർത്ത് ഞങ്ങളൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചു എന്ന് ഇപ്പോഴും പറയുമ്പോഴും നേരത്തെ സഹകരിക്കുമെന്ന് പറഞ്ഞപ്പോഴും
ആ ഒരു നിലപാട് സ്വീകരിച്ചവർ UDF ആണ്, കോൺഗ്രസും അതുപോലെ തന്നെ ലീഗുമാണ്. ഇതിപ്പോൾ തൽക്കാലം കുറച്ച് വോട്ട് അവർക്ക് ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയെ ഉപയോഗിക്കുക, നേരെ മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ, അതും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനയെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടത്. മതനിരപേക്ഷതയ്ക്ക് വരുത്തുന്ന അപകടകരമായ ഈ ഭീഷണി കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജനാധിപത്യപരവും മതനിരപേക്ഷപരവുമായ ഉള്ളടക്കമുള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള കേരളത്തിൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കോൺഗ്രസും ലീഗും BJPയും ഒക്കെ ചേർന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. അന്ന് പലപ്പോഴും മറ നീക്കി ജനങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടല്ല അത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. അതെല്ലാം അണിയറയിൽ അവർക്ക് പറഞ്ഞു നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചില വേഷം കെട്ടലോടുകൂടിയാണ് അത്തരം യോജിച്ച മത്സരങ്ങൾ അവർ നടത്തിയത്. അപ്പോൾ ഇതടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ UDFന് ജനപിന്തുണ വർദ്ധിച്ചിരിക്കുന്നു എന്ന വാദം അടിസ്ഥാനപരമായിട്ട് തെറ്റാണ് എന്ന് കാണാൻ കഴിയും. അവരുടെ ജനപിന്തുണ കുറയുകയാണ് ചെയ്തത്. പിന്നെ ഗവൺമെന്റ് വിരുദ്ധ വികാരമാണ് പ്രകടിപ്പിക്കപ്പെട്ടത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഗവൺമെന്റ് വിരുദ്ധമായ ഒരു കാര്യവും ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് UDFന് സാധിച്ചിട്ടില്ല. അപ്പോൾ നിലമ്പൂര് അവർ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ ജയിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വിജയമുണ്ടായത് എന്ന് പറയുന്നതിന് ഒരു തരത്തിലുള്ള അടിസ്ഥാനവും അവരുടെ മുമ്പിൽ ഇല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജനഹിതം മനസ്സിലാക്കി ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആവശ്യമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് അന്നും ഇന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത്.